നമസ്കാരം. സജ്ന നൂർ, റസൂൽ പൂക്കുറ്റി, ദിയ സന എന്നിവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ സജ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ പലരും ഇതേക്കുറിച്ച് ചർച്ചകളും നടത്തിയിരുന്നു. ഇപ്പോഴിതാ നടക്കുന്ന കാര്യങ്ങളിൽ പ്രതികരണവുമായി സംവിധായകൻ ആലപ്പി അഷ്റഫ് എത്തിയിരിക്കുകയാണ്. സജ്ന നൂർ, ദിയ സന എന്നിവരെ ഓപ്പറേഷൻ തൂഫാൻ അധികാരികൾ ചോദ്യം ചെയ്യുകയും ഇവരുടെ തുറന്നു പറച്ചിലുകൾ അന്വേഷണം നടത്തേണ്ടതും ആവശ്യമാണെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. അമ്മ സംഘടനയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ പോലെ തന്നെ സമാനമായ രീതിയിലല്ലെന്ന് പറയാൻ പറ്റില്ല. അതിലും ചളമാക്കി പൂരപ്പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ് മറ്റ് ചില സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയയെ. ഇതിൽ ചിലരാകട്ടെ MDMA പോലുള്ള മുന്തിയ ഇനങ്ങളിൽ അവിഹിത കഥകളും ഒക്കെയായിട്ട് അരങ്ങ് തകർക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാർ ലഹരി വേട്ട നടത്തുമ്പോൾ അവരെ സഹായിക്കാൻ എത്തുകയാണ് ബിഗ് ബോസ് താരം സജ്ന നൂറും മറ്റൊരു ബിഗ് ബോസ് താരമായ ദിയ സനയും. ഇവരിൽ ആദ്യം പോലീസിനെ സഹായിക്കാൻ എത്തിയത് സജ്നയായിരുന്നു. ഇവർ പറയുന്നത് ദിയ സന തന്റെ വീട്ടിൽ സുഹൃത്തുക്കളുമായി വന്ന് MDMA ഉപയോഗിക്കുകയും തന്നെ അത് ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നതാണ്. ഇതിന് മറുപടിയുമായി വന്ന ദിയ സന മറ്റൊരു വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. സജ്ന ലഹരി മരുന്നുകൾക്ക് അഡിക്റ്റ് ആണ് എന്നതാണ് അത്. സജ്നയുടെ തലയിൽ പിടിച്ച് കുലുക്കിയാൽ 3.5 കിലോ MDMA പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വെളിപ്പെടുത്തിയ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം നിസ്സാരമായി തള്ളിക്കളയാൻ ആകുന്നതല്ല. ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കാവുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ അധികാരികൾ ഇവരെ ചോദ്യം ചെയ്യേണ്ടതും ഇവരുടെ തുറന്നു പറച്ചിലുകൾ അന്വേഷണം നടത്തേണ്ടതും ആവശ്യമാണ്. ഇത് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ പൊതുസമൂഹത്തിന് വലിയ നിരാശയാകും ഫലമെന്നും ഈ സ്ത്രീകൾ വരുത്തി തീർക്കുന്നത് വലിയൊരു വിനയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദിയ സനയുടെ വാക്കുകൾ വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ ടീം സജ്നയെ വന്നൊന്ന് പിടിച്ച് കുലിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ 3.5 കിലോ MDMA മൂക്കിൽ നിന്നും കിട്ടുമെന്ന് ഉറപ്പാണ്. മോഹൻലാൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ വാരിയറാണ്. സജ്നയുടെ മൂക്ക് പിടിച്ചു കേൾക്കുന്ന ജോലി ലാൽ ഏറ്റെടുക്കുന്നതാകും ഉചിതം. മറ്റൊന്നുകൊണ്ടല്ല, സജ്ന മുൻ ബിഗ് ബോസ് താരവും നടിയുമായതുകൊണ്ടാണല്ലോ. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നവർ ഒരുമയോടെ പ്രവർത്തിച്ചിരുന്നവരും ഇതിനിടയിലെ വിദേശയാത്ര നടത്തിയിരുന്നവരും ഒക്കെയാണെന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. മാത്രമല്ല, ഇവർ വ്യക്തിപരമായ പല കാര്യങ്ങളും മറയ്ക്കാതെ പൊതുമധ്യത്തിൽ വന്ന് പറയുന്നുമുണ്ട്. സജ്ന നൂർ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവരും ഉൾപ്പെടെ പലരുടെയും ഗർഭവിശേഷങ്ങളും മറ്റുമാണ് സജ്ന പറഞ്ഞത്. സജ്നയുടെ വെളിപ്പെടുത്തലിൽ ഒരു സംവിധായകനെ ഒരു നടി ഗർഭ ട്രാപ്പിൽ കുടുക്കി കോടികളും ഫ്ളാറ്റുകളും തട്ടിയെടുത്തതായും പറയപ്പെടുന്നുണ്ട്. വ്യക്തിപരമായ ഇക്കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്താൽ അത് അവരുടെ യുക്തി അനുസരിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിന്റെ മേൽ കുതിര കയറേണ്ട കാര്യവുമില്ല. ഇപ്പോൾ നടക്കുന്ന വനിതാ യുദ്ധത്തിന് പിന്നിൽ ഒരു ഉന്നത വ്യക്തി മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഒരു ഓസ്കാർ ജേതാവ് കൂടിയാണെന്ന് അറിയുമ്പോൾ അറിയാതെ ലജ്ജിച്ചു പോകുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ദിയയും സജ്നയും. ഇതിനിടെ സജ്നയ്ക്കെതിരെ ദിയ സന കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ജീവിതത്തിൽ മനുഷ്യന് പല പ്രതിസന്ധികളും ഉണ്ടാകും. അങ്ങനെ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്യുന്നതെല്ലാം എല്ലാ ഹോൾഡും ഉള്ളവരോടാണ്, റസൂൽ പൂക്കുറ്റിയോട്. സജ്നയെ മുൻനിർത്തി സജ്നയുടെ ഭർത്താവായ ഫിറോസ് ഖാനെതിരെ റസൂൽ പൂക്കുറ്റി കളിക്കുന്ന കളികളുടെ മഹാസംഗമമാണ് ഒരു മാസമായി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ദിയ പറയുന്നുണ്ട്. ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ, സുഹൃത്ത് എന്ന നിലയിലുമൊക്കെ സജ്ന ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പോഴും അവരുടെ എന്തെങ്കിലും മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് അവരുടെ വീട്ടിൽ അവർ വിളിച്ചപ്പോഴും റസൂൽ പൂക്കുറ്റി വിളിച്ചു പറഞ്ഞപ്പോഴും പോയിട്ടുള്ളത്. അല്ലാതെ സജ്ന ആരോപിച്ചതുപോലെ MDMA എന്ന സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചു അവരുടെ വീട്ടിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളുമായി ഞാൻ പോയി സജ്നയ്ക്ക് ലഹരി തിന്നാൻ കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തെറ്റാണ്. ഒരു തെളിവുകളും ഇല്ലാതെ എനിക്ക് എതിരെ ഇങ്ങനെ റസൂൽ പൂക്കുറ്റിയും സജ്നയും കൂടി അവരുടെ പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഹൈഡ് ചെയ്യാൻ എന്നെ കരുവാക്കി എന്റെ ജീവിതത്തെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റുകയാണ്. ഞാനിപ്പോൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്ത്രീ, അതാണ് ഞാനിപ്പോൾ. ജീവിതത്തിൽ പ്രതികരിക്കുന്ന സ്ത്രീ എന്ന നിലയിൽ എപ്പോഴും ഞാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലും എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഞാൻ നിയമവശത്തിന്റെ കൂടി മാത്രമാണ് മുന്നോട്ട് പോകുന്നതെന്നും ദിയ സന ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു.